ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാജ്യാന്തര ബന്ധം കണ്ടെത്താനായില്ല എന്ന് ഹൈക്കോടതി അറിയിക്കാൻ SIT. അന്തർ സംസ്ഥാന ബന്ധമാണുള്ളതെന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട സാഹചര്യമില്ലെന്നും കോടതി അറിയിക്കും. ചെന്നൈയിലെ ജ്വല്ലറി ജീവനക്കാരനായ കൽപേഷിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. TV പ്രസാദ്, എന്തായാലും രാജ്യാന്തര ബന്ധം കണ്ടെത്താനുള്ള തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് SIT ബോധിപ്പിക്കുക? അടുത്തുള്ള നിർണായക നീക്കങ്ങൾ എന്തൊക്കെയാണ് SIT? ഗുഡ് മോർണിംഗ് ആര്യ. ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയാണ് നേരത്തെ രാജ്യാന്തര വിഗ്രഹ ബന്ധം സംശയിച്ചിരുന്നത്. രാജ്യാന്തര വിഗ്രഹ കടത്തുമായി ഈ സംഭവത്തിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നത്. ആ രീതിയിലുള്ള ഒരു ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന വിശദീകരണമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇനിയിപ്പോൾ ഹൈക്കോടതിയെ അറിയിക്കുക. അങ്ങനെയൊരു നിലപാട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കുന്നതോടുകൂടി മറ്റൊരു ഏജൻസി, കേന്ദ്ര ഏജൻസി ഈ അന്വേഷണത്തിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാട് കൂടിയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം അതുവഴി മുന്നോട്ട് വയ്ക്കുക. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലുള്ള അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം തുടരുകയാണ്. ചെന്നൈയിലെ ജ്വല്ലറി ജീവനക്കാരനായ കൽപേഷിനെ വീണ്ടും നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നു. കഴിഞ്ഞ ദിവസം റോഥം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD പങ്കജ് ഭണ്ഡാരി, പോറ്റി എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ കൂടുതൽ വിവരങ്ങൾ, ആ വിവരങ്ങൾ വെച്ചുള്ള ചോദ്യം ചെയ്യലിലേക്കാണ് വരുന്ന ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു. അങ്ങനെയെങ്കിൽ അതിൽ കടകംപള്ളി ഉണ്ടാകും, അടൂർ പ്രകാശ് ഉണ്ടാകും, മറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുപ്പമുള്ള നേതാക്കൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവർ എപ്പോഴാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുക എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നതേയുള്ളൂ. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. അവരുടെ അന്വേഷണത്തിന്റെ സമയപരിധി അവസാനിക്കാറായ സമയത്തും തൊണ്ടിമുതലിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയതുമില്ല. ആര്യ. ഓക്കെ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാജ്യാന്തര ബന്ധം കണ്ടെത്താനായില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി ഇന്ന് SIT അറിയിക്കാൻ പോകുന്നത്. അന്തർ സംസ്ഥാന ബന്ധം മാത്രമാണ് ഉള്ളതെന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട സാഹചര്യമില്ല എന്നും കൂടി കോടതി അറിയിക്കാനാണ് SITയുടെ തീരുമാനം. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.